അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. ഏത് കാര്യം നടക്കണമെങ്കിലും പടച്ച റബ്ബിന്റെ ഉത്തരവ് വേണം. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചത് ഇവിടെ ഉണ്ടാകും, അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി എറിയപ്പെട്ട തീ, അതിന് പടച്ച റബ്ബ് അതാ തീയിൽ നിന്ന് അപ്പോൾ ഉദ്ദേശിക്കുന്നത് കരിക്കലല്ല, സംരക്ഷണം നൽകലാണ്. അല്ലാഹു ഉദ്ദേശിച്ചതിനെതിരെ ഇവിടെ തീക്ക് അധികാരമുണ്ടോ? തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് തീക്കുണ്ടാരം പട്ടുമെത്തയാണ് കേട്ടോ. അതാ വസ്ത്രം കത്തുന്നില്ല, രോമം കരിയുന്നില്ല, തോലി അതാ കത്തുന്നില്ല, തീ പൊള്ളുന്നില്ല. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ തീയിന്റെ ഉള്ളിൽ വെച്ച് നോക്കുന്നത് ഖിബില എങ്ങോട്ടാണ്? എനിക്ക് ഈ തീയിന്റെ ഉള്ളിൽ നിന്ന് എന്റെ രാജാവിനൊരു 2 റകഅത്ത് നിസ്കരിക്കണം, എന്റെ റബ്ബുമായുള്ള സംഭാഷണം ഈ കുണ്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് നടത്തണം. എന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ മഹത്വം ഞാൻ കള്ളപ്രവാചകന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ നേതാവിനെ പോലെ അവരും ആണെന്ന് പറയാൻ എന്നോട് നിർബന്ധിച്ചപ്പോൾ ഞാൻ അതിന് തുനിഞ്ഞില്ല. ഞാൻ എന്റെ റബ്ബിന്റെ മേൽ തവക്കുലാക്കി, ഞാൻ സത്യമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ അവരെന്നെ തീക്കുണ്ടാരത്തിൽ എറിയുമ്പോ ഞാൻ തീവായില്ല, ഞാൻ പേടിച്ച് വിറച്ചില്ല. അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കുമെന്ന നിലയ്ക്ക് ഞാൻ റബ്ബിന്റെ മേൽ തവക്കുലാക്കി നിന്നു. തീയിലെത്തി നോക്കുമ്പോൾ എന്റെ വസ്ത്രം കരിയുന്നില്ല, എന്റെ രോമം കത്തുന്നില്ല. ആ റബ്ബിന് 2 റകഅത്ത് സുജൂദ്, 2 റകഅത്ത് നിസ്കരിക്കുകയല്ലേ വേണ്ടത്? തീക്കുണ്ടാരത്തിൽ വെച്ച് 2 റകഅത്ത് നിസ്കരിച്ചു. ആ തീക്കുണ്ടാരത്തിൽ നിന്ന് അത്ഭുതകരമായി ഇറങ്ങി അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ ഇനി എന്റെ നേതാവിനെ ഒന്ന് സിയാറത്ത് ചെയ്യണം, അതിന് മദീനയിലേക്ക് തന്നെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് മദീനയിലേക്ക് വന്നു. മദീന പള്ളിയിൽ കയറി 2 റകഅത്ത് നിസ്കരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ദൂരെ നിന്ന് നോക്കുന്നു. ആരാണത്? സാധാരണ കാണാത്ത ഒരു വ്യക്തി. നിസ്കാരം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്ത് എന്ന് പരിചയപ്പെടുന്നു. മഹാനവർകൾ അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് ഒരു സ്വീകരണം ഏർപ്പെടുത്തുന്നു. ആ സ്വീകരണത്തിലാ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ ലം യുമിതി ഹത്താ അറാ മൻ ഫുഇല ബി കമാ ഫുഇല ബിൽ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചെയ്തതുപോലെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്ന ഒരു മഹാൻ. ആ മഹാനെ കാണുന്നത് വരെ എന്റെ ആയുസ് വീട്ടിയിട്ട് തന്ന പടച്ചവന് സർവസ്തുതിയും തന്നെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. വേദം മയം കിട്ടി 2 സംഭാവന കൊടുക്കണം. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല നമ്മളെ എല്ലാ വിഷയങ്ങളിലും ബർക്കത്ത് ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിനും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 ലക്ഷം ഉറുപ്പിക ഈ സ്ഥാപനത്തിന് വേണ്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു, ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ എന്ന് എന്റെ സ്നേഹിതൻ നൂരകം സഖാഫി പറഞ്ഞു. അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ അല്ലാഹു തരുന്നതിന് പരമാവധി കൊടുക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ഈ ബക്കറ്റ് വിരുദ്ധനാൽ ചെലവിന്റെ വയസ്സെത്തിയാൽ തന്നെ അല്ലാത്തോടാണ്. അതുകൊണ്ട് ബക്കറ്റിലും നല്ല സംഖ്യ കൊടുക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് പാരത്രിക ലോകമാണ് സ്വദേശം.
ഈ ഭൗതികമായ ലോകം സ്വതമല്ല, വിദേശമാണ്. യാത്രാ വഴിയിലുള്ള വിദേശത്തിലൂടെയുള്ള കടന്നുപോകലാണ്. ഇത് മനസ്സിന്റെ അടിത്തട്ടിലും ഉറപ്പിച്ചപ്പോൾ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു തീയിലെറിയപ്പെടുമ്പോൾ ഒരു പ്രശ്നവും തോന്നുന്നില്ല. ആദ്യം അത് ഉറപ്പിക്കണം. അതുറപ്പിച്ചവന് സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. അത് മനസ്സിലുറപ്പിച്ചവന് കള്ളുകുടിയനാകാൻ സാധ്യമല്ല. പാരത്രിക ലോകത്തെക്കുറിച്ച് ഉറപ്പിച്ചവന് എത്ര ലാഭം കിട്ടിയാലും പലിശ വാങ്ങാൻ സാധ്യമല്ല. പാരത്രിക ലോകത്തെക്കുറിച്ച് ഉറപ്പിച്ചവർക്ക് വ്യഭിചാര കുറ്റത്തിന് മുതിരാൻ ധൈര്യം വരില്ല. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, പാരത്രിക ലോകം ഉറപ്പിച്ചവന് കള്ളം പറയാൻ ധൈര്യം വരില്ല, വഞ്ചിക്കാൻ ധൈര്യം വരില്ല, ആലിമീങ്ങളെ ചീത്ത പറയാൻ ധൈര്യം വരില്ല, സംഘന്മാരെ നിസ്സാരപ്പെടുത്താൻ ധൈര്യം വരില്ല, ഔലിയാക്കളെ കാഫറാക്കാൻ ധൈര്യം വരില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താൻ ധൈര്യം വരില്ല. പാരത്രിക ലോകത്ത് അചഞ്ചലമായ വിശ്വാസം പാരത്രിക ലോകത്തെക്കുറിച്ച് വേണം. ആ വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായാൽ മനുഷ്യൻ സൽക്കർമ്മിയാകാനൊരുങ്ങുന്നു, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. നമുക്കെല്ലാവർക്കുമുള്ളതാണ് മരണം. അത് സ്വദേശത്തേക്കുള്ള യാത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് വല്ലവനും താല്പര്യമുണ്ടെങ്കിൽ അവനെ കാണാൻ അള്ളയും താല്പര്യമുള്ളവൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഈ ഇടുങ്ങിയ ജീവിതമുള്ള ദുനിയാവിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാനിവിടെ താമസിക്കുന്നു. ദുബായിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് ദുബായിൽ കൂടണം എന്ന ആഗ്രഹം ഇല്ല. അവന്റെ ആഗ്രഹം നാട്ടിൽ വന്ന് കൂടണമെന്നാണ്. പക്ഷേ ദുബായിലേക്ക് പോകുന്നു അവൻ. അവിടെ എത്തിയിട്ട് ഒരാഴ്ച കഴിയുമ്പോ കഫീൽ വിളിച്ചിട്ട് നിന്നെ ഞാൻ ഇതാ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുകയാണെന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് വേദനിക്കുന്നു. വാസ്തവത്തിൽ അവന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ളത് നാട്ടിൽ ജീവിക്കണമെന്നാണ്. പക്ഷേ നാട്ടിൽ നിന്ന് ദുബായിൽ പോയി ഒരാഴ്ച കഴിയുമ്പോ കേറണം നാട്ടിലേക്ക് എന്ന് പറയുമ്പോ അവന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് വിളിക്കുന്നു, ഉസ്താദേ ദ്വാർക്കണം. തങ്ങന്മാരെ വിളിച്ച് ദ്വാർക്കാൻ പറയുന്നു, ബാപ്പനോട് ദ്വാർക്കാൻ പറയുന്നു, ഉമ്മാനോട് ദ്വാർക്കാൻ പറയുന്നു, എല്ലാരോടും ദ്വാർക്കാൻ പറയുന്നു. അടുത്തന്നെ വിളിച്ചു പറഞ്ഞൊരാള് വലിയ സങ്കടം പറഞ്ഞു. സിറാജുല്ലുദ്ദീനിലേക്ക് നേർച്ച ചെയ്തിട്ട് പ്രത്യേകം വിളിച്ചു പറഞ്ഞു, അല്ലാഹു തആല അങ്ങനത്തെ വിഷമമുള്ളവരെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുബായി പോയിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുമോ? അവന്റെ മനസ്സിലുള്ള എന്താണ്? ഭാര്യ മക്കളോടുകൂടെ സന്താനം കൂടെ നാട്ടിൽ താമസിക്കണമെന്നാ. പക്ഷേ ദുബായി പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പോകണമെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വിഷമാണ്. അങ്ങനെ പറയാൻ പാടില്ല, എനിക്ക് അവിടെ തന്നെ നിൽക്കണമെന്നാണ്. നിൽക്കുന്നത് എന്തിനാ? പോകാൻ വേണ്ടിയാണ്. നിൽക്കുന്നത് പോകാൻ വേണ്ടിയാണ്. എനിക്ക് നാട്ടിൽ പോയി കൂടണമെന്നാണ് മനസ്സിനുള്ളിലുള്ളത്. പക്ഷെ കുറേ ദിവസം ദുബായിൽ നിൽക്കണമെന്നാണ്. എന്തിനാ നിൽക്കുന്നത്? പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മൾ ദീർഘായുസ്സിനെ ആഗ്രഹിക്കണം. അതെന്തിനാ? ഇവിടെ കൂടാനല്ല, പോകുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഒരുങ്ങാൻ വേണ്ടി. ഒരാഴ്ച കഴിയുമ്പോ തന്നെ ദുബായിൽ നിന്ന് പോയിക്കോന്നിങ്ങ് പോന്നാൽ പിന്നെ നമ്മൾ ഈ വിദേശത്ത് പോയത് എന്തിനാണ്? നാട്ടിലേക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, സമയം കിട്ടിയില്ല. ഇതുപോലെ ആയിക്കൂടാ. ഖൈറുക്കും മൻ താല ഉമറുഹു വഹസുന അമലുഹു. നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായവർ ദീർഘായുസ് കിട്ടുകയും സൽക്കർമ്മം ചെയ്യാൻ തൗഫീഖ് കിട്ടുകയും ചെയ്തവരാണ്. അപ്പൊ നമുക്കൊക്കെ ദീർഘായുസ് വേണം, ദീർഘായുസ് വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ?
ഇവിടെ വെച്ച് പെട്ടെന്ന് നമ്മളെ വിസ ക്യാൻസലാക്കി അങ്ങ് പറഞ്ഞേച്ചാൽ നമ്മക്ക് നമ്മളെ സ്വദേശത്തേക്ക് സമ്പാദിക്കാൻ സാധ്യമല്ല.